ഇവിടുന്ന് ഇടത്തേക്കാണോ വലത്തേക്കാണോ ഒരു പിടിയും കിട്ടണില്ലല്ലോ. എന്തായാലും മോളെ സൂക്ഷിച്ചോട്ടാ, ഇത് നാഷണൽ ഹൈവേ ആണ്. നമുക്ക് ഈ വഴി നടന്ന് നോക്കാട്ടാ. അമ്മയല്ലേ പറഞ്ഞത് ഇവിടെ ചെറിയ റോഡുകളൊക്കെ ആയിരിക്കും ഗ്രാമാണെന്ന്. മോളെ ഇത് നാഷണൽ ഹൈവേ ആണ്, അതാണ് വലിയ റോഡായത്. ഗ്രാമത്തിലും ആ റോഡുണ്ടോ? ഇന്ത്യ മുഴുവനുണ്ടത്. ഒതുങ്ങി ഓരം പിടിച്ച് നടന്നോളൂട്ടാ, ഇന്ന് അവധിയായോണ്ടാണ് വണ്ടികൾ കുറവ്. അമ്മേ, കട ചോദിക്കാൻ ആളുകളെ കാണില്ലാലോ. ശരിയാണല്ലോ, ഇവിടെ ആളുകൾ കുറവാണെന്ന് തോന്നുന്നു. ഇത് ഏതാണ്, ഒരു കുട്ടിയൊരമ്മയും? ഞാൻ ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടില്ല. പക്ഷേ ബാക്കിൽ നിന്ന് നോക്കുമ്പോ എനിക്കറിയാവുന്ന ആര്യ പോലെ. എന്റെ ബന്ധുക്കൾ വല്ലതും ആവോ? ഈശ്വര, ഇതവളല്ലേ നീയ? ഇവളിവിടെ എന്തുട്ണ്? ഒന്ന് ഓടിപ്പോയാലോ? അമ്മേ, ആന്റി മുഖം പൊത്തി നിക്കണോ? എവിടെ? ആ ശരിയാണല്ലോ. അമ്മ ഒന്ന് പോയി ചോദിക്കട്ടെട്ടാ. ഹലോ, ഇങ്ങോട്ട് തന്നെ വരണെന്ന് തോന്നണു. ഓടിക്കളയാ, ഒന്ന് നിക്കണേട്ടാ. ഇവരിതെങ്ങടേക്ക് ഓടിയത്? വട്ടാണെന്ന് തോന്നണമ്മേ. എന്നെ കണ്ടിട്ട് തന്നെയാ ഓടിയത്. അതിന് ഞാനിവിടെ പുതിയതല്ലേ, ഇനി വേറെ ആരെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാവോ? ആവാനാണ് ചാൻസ്. അമ്മേടെ വണ്ടി വരണു. എവിടെ? പക്ഷെ ഞാൻ റോഡിന്റെ നടുക്കാണ് നിക്കണല്ലേ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വാ പോവാം. വേറെ ആരോടെങ്കിലും ചോദിക്കാം. കട അന്വേഷിച്ച് നടക്കാൻ ഇനി ഇടയില്ല. അതേ ഒരാള് വരുന്നുണ്ട് കേട്ടാ. ഈ ആഭരണ ഇത് എങ്ങടേക്കാണ് വേലിയൊക്കെ എടുത്ത് ചാടി ഓടി പോയത്? വല്ല പുതിയ കുരുക്ക് ഒപ്പിച്ചോ ആവോ? ഹലോ, എക്സ്ക്യൂസ് മീ. ഇതാരാണ്? ഞങ്ങൾ ഇവിടെ പുതുതായിട്ട് വന്നതാണ്. അലൈന? ഹായ് അങ്കിൾ. നിനക്കറിയോ, നമ്മുടെ വീട്ടിലെ 2 കുട്ടികളെയും കൊണ്ട് വന്നില്ലേ? ഓ, അത് ഈ അങ്കിളായിരുന്നോ? സോറിട്ടാ, അന്ന് ഹസ്ബൻഡ് കുറച്ച് ചൂടായി സംസാരിച്ചു എന്ന് മോള് പറഞ്ഞു. അലൈനയുടെ അമ്മയാണ് അല്ലേ? അതെ. പേര് അനന്യ. എല്ലാരും നിയാമ വിളിക്കണേ. ഓക്കെ ഓക്കെ. എന്താ ഇവിടെ ഇങ്ങനെ പരിങ്ങി നിക്കണത്? അല്ല, ഞങ്ങൾക്ക് ഇവിടെ സാധനം വാങ്ങണമെന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഷോപ്പ് കാണോ? പലചരക്ക്, പച്ചക്കറി. അശ്വതിന് ഇത്ര ദൂരം വരണം എന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇടതോട്ടുള്ള റോഡല്ലേ എടുത്തേ, വലതോട്ടുള്ള റോഡ് എടുക്കണം. എന്നിട്ട് ആ വളവ് തിരിഞ്ഞ് കുറച്ച് നടക്കുമ്പോ ഞങ്ങളുടെ വീടാവും. അത് കഴിഞ്ഞിട്ടൊരു സ്കൂളുണ്ട്. സ്കൂളിന്റെ അടുത്ത് നോക്കിയാൽ ഒരു മാർജിൻ ഫ്രീ കാണാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. വായ മോളെ, തിരിച്ചു നടക്കാം. ബൈ അങ്കിൾ. ബൈ മോളെ. പറ്റുമെങ്കിൽ അച്ഛനെ അമ്മയൊക്കെ കൂട്ടി വീട്ടിലേക്ക് വരണേട്ടാ. അച്ഛൻ വരില്ല, അമ്മയെ കൂട്ടി വരാം. ഒന്നും മിണ്ടാതിരിക്കലൈന. ശരി എന്നാല്. ഓക്കെ. ഇത് നീ തന്നെ ആവാനാണ് ചാൻസ്. അവളാണെങ്കില് ഞാൻ പെടുവോ ആവോ? അല്ല, അവളെന്തുടീ പട്ടിക്കാട്ടി വന്നത്? ആരെങ്കിലും കാണാനാ വന്നുവച്ചാ പെട്ടെന്ന് പോയാ മതിയായിരുന്നു. അപ്പു, നീ പോയില്ലേ? എവിടെ? അത് കൊള്ളാം, മാമന്റെ വീട്ടിൽ പോണോന്ന് പറഞ്ഞിട്ട്. ആ, മാമന്റെ വീട്ടില്. ഞാൻ പോയില്ലോ. അതിനവിടെ എത്താൻ സമയമായില്ലല്ലോ. അല്ല, ഞാൻ തിരിച്ചു വന്നൂലോ. അതെന്താന്നല്ലേ കുറച്ചു മുമ്പേ ഞാൻ ചോദിച്ചത്. ഇയാളോട് നീയുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. എന്തുട്ടാ ഞാനിപ്പോ പറയാ? പോണ വഴിക്ക് എനിക്ക് വെയിലേറ്റിട്ടാവും ഒരു ക്ഷീണം പോലെ. അത് ശരിയാണ്, ഇപ്പോഴത്തെ വെയിലിന് നല്ല ചൂടുണ്ട്. പക്ഷെ നിനക്ക് എന്തൊരു വെപ്രാളം പോലെ? ഏയ്, എനിക്കൊരു വെപ്രാളം ഇല്ല. അതിന്റെ ഒരു ക്ഷീണം കൊണ്ട് തോന്നണതാവും. പക്ഷെ നിന്നെ കണ്ടാലേ പോലീസിന്റെ മുമ്പിൽ അകപ്പെട്ട കള്ളപ്പുള്ളിയെ പോലെ ഉണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നോർമലായില്ലേ? ശരിക്കും നോർമൽ ആയതാണോ അതോ അഭിനയിക്കുകയാണോ? ശരിക്കും ആയതാണ്. അപ്പൊ ക്ഷീണം? എന്നാലും ഞാൻ നോർമലായി. ഇതെന്തൊക്കെയോ തരികട പരിപാടിയാണ്. എന്തൊക്കെയാന്ന് ദൈവത്തിനറിയാം. വല്ലാത്ത ചൂട്. ഞാൻ പോയി ഒരു ചായ ഇട്ട് കുടിക്കട്ടെ. ചൂടത്ത് ചായേ? അല്ല, ഒരു ജ്യൂസ്. ഇടുമ്പളേ കഴിഞ്ഞ ദിവസത്തെ പോലെ ആവരുത് കേട്ടാ. അതായത് നിനക്ക് വേണ്ടി മാത്രം ഇടരുതെന്ന്. വേറെ 2 ജീവനും കൂടി ഈ വീട്ടിലുണ്ട് കേട്ടാ, ഞാനും എന്റെ മോനും. അപ്പോ 3 പേർക്കും കൂടി ഇട്ടോളൂ കേട്ടാ. കേട്ടല്ലോ, കുട്ടിയുടെ കംപ്ലൈന്റ് കേട്ടല്ലോ. ആവശ്യത്തിന് മധുരം, ആവശ്യത്തിന് പുളി ഉണ്ടാക്കിക്കൊണ്ടു വാ, നോക്കട്ടെ. വെറുതെ ട്രൈ ചെയ്ത് നോക്കുകയല്ല, എത്ര നാരങ്ങ പിഴിഞ്ഞു, അതിന് എത്ര വെള്ളം ഒഴിച്ചു, എത്ര പഞ്ചസാര ഇട്ടു, അപ്പോഴാണ് പ്രോപ്പറായിട്ട് നാരങ്ങ വെള്ളം ആയെന്ന് നോക്കണം. പറ്റില്ല എഴുതി വെച്ചിട്ട് പഠിച്ചോളൂ. മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിപ്പോ BA പാസ്സായേനെ. നല്ല നാരങ്ങ വെള്ളം ഇടാൻ പഠിപ്പ് വേണ്ട. ഈശ്വര, കേട്ടോ? ഓക്കേ.
ഇതെന്തൊരു ജന്മാടാ നിന്റെ അമ്മ. എന്താച്ചാ നാരങ്ങാളെ ഇടാൻ കൂടെ അറിയില്ല. പിന്നെന്തിനാ അച്ഛൻ കെട്ടിയത്? അതാ ഞാനും ആലോചിക്കണേ. നിന്റെ ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ കെട്ടില്ലായിരുന്നു ട്ടാ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണൂലോ, പുതുതായിട്ട് വന്ന കഥാപാത്രത്തിന്റെ പേര് അനന്യ. വീട്ടിൽ വിളിക്കണത് നീയാന്ന്. ഇൻസ്പെക്ടറുടെ പേര് ഇതുവരെ നടക്കെടുത്തിട്ടില്ല ട്ടാ. കൂടുതൽ ആളുകൾക്ക് നിർദ്ദേശിക്കണം എന്നുണ്ടെങ്കിൽ ആവാം. വില്ലൻ കഥാപാത്രമാണ്. അതുകൊണ്ട് അത് സ്വന്തം പേര് എഴുതിക്കളയല്ലേ ട്ടാ. വെറുതെ എന്തിനാണ് വില്ലനാവണേ? കുഞ്ഞിക്കാട്ടൻ മുടങ്ങാതെ കാണണട്ടാ. ഫ്രണ്ട്സിന് വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും കഥാപാത്രങ്ങൾ ഉണ്ടാക്കുമ്പോ നിങ്ങളെ അറിയിക്കാം. അപ്പൊ പേര് നിർദ്ദേശിച്ചോളൂ. കമന്റും ലൈക്കും ഒക്കെ ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടാ.